പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസ് ഭരിക്കുന്ന വയനാട്ടിലെ അർബൻ സഹകരണ സംഘം നോക്കൂ, ആ ബാങ്കിലെ നിയമനത്തിന് IC ബാലകൃഷ്ണൻ MLA നിർദ്ദേശപ്രകാരം DCC ട്രഷററായിരുന്ന NM വിജയൻ പണം വാങ്ങിയതിൻ്റെയും പിന്നീട് ആ നിയമനം നടക്കാതെ വരുമ്പോൾ അത് KPCC പ്രസിഡന്റിന് ഇത് സംബന്ധിച്ച് എന്താണ് നിയമനത്തിന് പിന്നിൽ നടന്നത് എന്നത് സംബന്ധിച്ച് വിശദമായ പരാതി നൽകിയതിൻ്റെയും ഒക്കെയും വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അതിനെ തുടർന്നാണ് NM വിജയനും മകനും ആത്മഹത്യ ചെയ്യുന്നത്. ഒഴിഞ്ഞു മാറാനാകുമോ കോൺഗ്രസിന് ഈ രണ്ട് ജീവനുകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും? വളരെ വേദനാജനകമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട DCC ട്രഷററായിരുന്ന NM വിജയനും അദ്ദേഹത്തിന്റെ മകൻ ജിജേഷിന്റെയും മരണം വളരെ ദുഃഖകരമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ മരണം നടന്നതിന് ശേഷം ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്, ചില ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ പറയട്ടെ, ഇത് പുതിയതല്ല. ഇത് 2019 ഇത് 6, 7, 8 വർഷം പഴക്കമുള്ള ചില ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ അന്ന് ഉയർന്നപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിച്ചപ്പോൾ തന്നെ 2021 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, അന്ന് അതിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ IC ബാലകൃഷ്ണൻ MLA ആയിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 3 അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചു. KPCC അംഗമായിരുന്ന KE വിനയൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമായിരുന്ന DP രാജശേഖരൻ, ബിനു തോമസ്, അവർ വളരെ വിശദമായ അന്വേഷണം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉയർന്നു, ഒക്കെ പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ആളുകളെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ച പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഒന്ന് എന്ന് പറയുന്നത് ഈ അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സണ്ണി, 2 DCCയുടെ മുൻ ട്രഷററായിരുന്ന ഗോപിനാഥൻ മാഷെ എന്ന 2 ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളൊന്നും ഉണ്ടായില്ല, വിവാദങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് ഈ പരാതിയിൽ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉയർന്ന 2 ആളുകൾ, അതിൽ ഒന്ന് എന്ന് പറയുന്നത് RP ശിവദാസ്, അതായത് DCC ജനറൽ സെക്രട്ടറിയാണ്. 2 സക്കറിയ മണ്ണിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി. അവർ രണ്ടുപേരും അവരെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അവര് തങ്ങൾക്കെതിരെ പ്രചരിക്കുന്ന വാർത്തകളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി പോലീസില് പരാതി കൊടുത്തു. പ്രൊഫസർ റോണി കെ ബേബി, ഈ നടപടി സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന 2 പേർക്കെതിരെ അവർ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു എന്ന് പ്രൊഫസർ റോണി കെ ബേബി പറയുമ്പോൾ ആര് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ് ഈ സംഭവം, ഈ കാര്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 2, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വളരെ മുൻപേ നടന്നിട്ടുള്ള സംഭവമാണിത്. അതുമായി ബന്ധപ്പെട്ട KPCC പ്രസിഡന്റിന് വിജയൻ അയക്കുന്ന പരാതിയും വളരെ മുൻപാണ്. പക്ഷേ നോക്കൂ, ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടപടി ആ വിഷയത്തിൽ പരാതിക്കാരന് കൂടി ബോധ്യപ്പെടുന്ന നിലയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല എന്നത് തന്നെയല്ലേ വിജയന്റെയും മകന്റെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്? അർഷിത പറഞ്ഞതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ട 2 പേർക്കെതിരെ കൃത്യമായി നടപടി എടുത്തു, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി അതിന്റെ ഒരു ബാക്കി ഭാഗം കൂടി ആർഷിത കേൾക്കണം. ഈ പുറത്താക്കപ്പെട്ട ആളുകളെ എന്ത് ചെയ്തെന്നറിയോ? ഞങ്ങൾ അന്വേഷണം നടത്തി കുറ്റക്കാരാണ് എന്ന് ബോധ്യപ്പെട്ട, അയാളുടെ പേര് തന്നെ ഞാൻ പറയാം, ഡോക്ടർ സണ്ണി, അദ്ദേഹമായിരുന്നു അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ അവര് CPMന്റെ സ്ഥാനാർത്ഥികളായി അതേ ബാങ്കിൽ മത്സരിച്ചു. തീർന്നില്ല. ഈ ഡോക്ടർ സണ്ണിയുടെ കൂടെ ബാങ്ക് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന 2 ആളുകൾ, പേര് പറയാം, ശ്രീധരൻ ചീതൻ, 2 MS വിശ്വനാഥൻ. ഈ MS വിശ്വനാഥനെ കുറിച്ച് ആശുപത്രി ഒന്ന് പരിശോധിക്കണം. അല്ല പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, ഈ ബാങ്ക് ഭരണസമിതിയിലെ ഈ നിലയിലുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ കൊണ്ടുവയ്ക്കാനും ആ നിലയിൽ ചില നടപടികൾ സ്വീകരിച്ചു എന്ന് പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇതിന്റെ ഗുരുതര സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ അതല്ല സംഭവം. ഇവിടെ വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ നിയമനവുമായി ബന്ധപ്പെട്ട കോഴ വാങ്ങിയതാണല്ലോ. നോക്കൂ, ഒരു ബാങ്കിന്റെ നിയമനത്തിന് ഇങ്ങനെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങുന്നു എന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ഇനി ഇപ്പോൾ താങ്കൾ പറഞ്ഞ പ്രാദേശികമായി ഈ നിലയിൽ ഇടപെടൽ നടത്തിയ നേതാക്കൾ മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ളത്. അദ്ദേഹം നൽകിയ പരാതിയിൽ, K സുധാകരന് നൽകിയ പരാതിയിൽ IC ബാലകൃഷ്ണൻ MLAക്ക് വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നത് മാത്രമാണോ, ഈ പണം വാങ്ങിയ ആളുകളുമായി വെച്ച കരാർ ഉടമ്പടി, ആ ഉടമ്പടിയിലും കൃത്യമായി 100 രൂപ പത്രത്തിൽ എഴുതിയ ഉടമ്പടിയിലും കൃത്യമായി പറയുന്നുണ്ട് IC ബാലകൃഷ്ണന് വേണ്ടിയാണ് ഈ പണം വാങ്ങുന്നത് എന്ന്. IC ബാലകൃഷ്ണന്റെ അറിവോടുകൂടിയാണ് പണം വാങ്ങുന്നത് എന്ന്. എവിടെ വരെ എത്തിയ IC ബാലകൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം? IC ബാലകൃഷ്ണനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഒരു കരാറിന്റെ കാര്യമാണല്ലോ. ഞാൻ കൃത്യമായി പറയട്ടെ, ഈ കരാറ് ഉണ്ടായി എന്ന് പറയുന്നത് 2019. ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു? 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കരാറിൽ പണം കൊടുത്തു എന്ന് പറയുന്ന ശ്രീ പീറ്റർ എന്നയാള്, ആ പീറ്റർ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്.
അദ്ദേഹം എവിടെയെങ്കിലും ഒരു പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്? ചോദിക്കട്ടെ, അദ്ദേഹത്തിന് പോലീസിൽ പരാതി കൊടുക്കാമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു കരാറ് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണന്റെ പേര് ഉൾപ്പെടെ ഉണ്ട്. ഈ കരാർ ലംഘിച്ചിരിക്കുന്നു, ജോലി നൽകിയിട്ടില്ല, പണം തിരിച്ചു നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിക്ക് പോലീസിൽ പരാതി കൊടുക്കാമായിരുന്നു, പാർട്ടിയിൽ പരാതി കൊടുക്കാമായിരുന്നു. ഈ ഐ സി ബാലകൃഷ്ണന്റെ ശ്രദ്ധയിൽ പോലും ഐ സി ബാലകൃഷ്ണൻ എന്ന് വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ. ഐ സി ബാലകൃഷ്ണൻ നാളെ വയനാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കിട്ടിക്കുക, പോലീസ് അന്വേഷിക്കട്ടെ. ഇവിടെ CPM ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണെന്നോ കേരളത്തിലെ പോലീസ്, അവർ അന്വേഷിക്കട്ടെ. ഞങ്ങൾ സുതാര്യമാണ്, ഞങ്ങൾ ഇതിനകത്ത് ഒരു തരത്തിലും ഞങ്ങൾ ഒന്നും മറച്ചു വെക്കാനില്ല. കൃത്യമായി തന്നെ ഇന്ന് ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യമുണ്ട്. ഈ പീറ്റർ ഒരു ഫോൺ കോളിലെങ്കിലും ഈ ഐ സി ബാലകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നല്ലോ. ഈ 6 വർഷമായി ഇത്രയും പണം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഒരു 10,000-5,000 രൂപ നമ്മുടെ വല്ലതും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യും? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഫോണിൽ ബന്ധപ്പെട്ട് ഒരു മിനിമം നേരിട്ട് കണ്ടില്ലെങ്കിലും ഫോണിൽ തന്നെ ബന്ധപ്പെട്ട് ഇതിന്റെ പണം തിരിച്ചു തരാനുള്ള നടപടി ഉണ്ടാകണം. ഇവിടെ ഈ പീറ്റർ എന്ന് പറയുന്നയാൾ പണം കൊടുത്തപ്പോൾ പറയട്ടെ, ഈ ഐ സി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് പണം കൊടുത്തത്. ശ്രീ പ്രൊഫസർ റോണിക്ക് ബേബി, ഐ സി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് പണം കൊടുത്തത് എന്നുള്ളത് ആ കരാർ ഉടമ്പടിയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇനി പീറ്റർ മാത്രമല്ലല്ലോ ഐ സി ബാലകൃഷ്ണന്റെ പേര് പറയുന്നത്, ആ കരാർ ഉടമ്പടി മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നതെങ്കിൽ ഈ നിലയിലുള്ള ചില ഇടപെടലുകൾ നിങ്ങൾക്ക് നടത്താം, അല്ലെങ്കിൽ ആ നിലയിൽ ചില വാഗ്ദാനങ്ങൾ അതങ്ങനെ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ നിങ്ങൾക്കാകും. അതെ, രാഷ്ട്രീയ പ്രതിരോധങ്ങൾ ഉയർത്താനാകും. പക്ഷേ ഇവിടെ അതല്ല. ഈ പറയുന്ന മരിച്ച വിജയൻ തന്നെ KPCC പ്രസിഡന്റ് അയച്ചൊരു കത്തുണ്ട്. ആ കത്ത് വ്യാജമെന്ന് പറയാനാകില്ലല്ലോ പ്രൊഫസർ റോണിക്ക് ബേബി. മരിക്കുന്ന നാൾ വരെ അദ്ദേഹം കോൺഗ്രസിനൊപ്പം തന്നെ ആയിരുന്നല്ലോ. ഞാൻ മടങ്ങി വരാം, അങ്ങയിലേക്ക് ഞാൻ മടങ്ങി വരാം. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം.